ഗ്രാജുവേറ്റ്സിന് 3 മാസം കൊണ്ട് റിസർച്ച് അനലിസ്റ്റ് ആവാം. കോമേഴ്സ്, എക്കണോമിക്സ് ഗ്രാജുവേറ്റ്സ് ഒന്നും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ജോലികൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് റിസർച്ച് അനലിസ്റ്റ് ആവുക എന്നത്. ഒരു റിസർച്ച് അനലിസ്റ്റ് ഷെയർസിനെ കുറിച്ച് റിസർച്ച് നടത്തുകയും എപ്പോഴാണ് ഷെയർസ് വാങ്ങേണ്ടത്, എത്ര കാലം ഹോൾഡ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഒരു റിസർച്ച് അനലിസ്റ്റിന്റെ റിപ്പോർട്ടിന്റെ സഹായത്തോടു കൂടിയാണ്. ഒരു റിസർച്ച് അനലിസ്റ്റിന്റെ പ്രധാന ജോലി എന്നത് പോർട്ട്ഫോളിയോ മാനേജേഴ്സിനെയും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിനെ പോലെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെയൊക്കെ പ്രോപ്പറായ റിസർച്ച് റിപ്പോർട്ടുകൾ നൽകി സഹായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു റിസർച്ച് അനലിസ്റ്റിന് ഫണ്ട് മാനേജർ വരെ ആവാനുള്ള സാധ്യതകളും ഉണ്ട്. മാർക്കറ്റിനെ കുറിച്ചുള്ള ഫണ്ടമെന്റലായ നോളജും നല്ല അനലിറ്റിക്കൽ സ്കില്ലുമാണ് പ്രധാനമായും വേണ്ടത്. അതോടൊപ്പം തന്നെ NISM സർട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് റെഗുലേറ്ററി കംപ്ലൈൻസും നമുക്ക് മീറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല റിസർച്ച് അനലിസ്റ്റ് ആവാം. ഒരു നല്ല റിസർച്ച് അനലിസ്റ്റിന് NISM സർട്ടിഫിക്കേഷൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആവാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കൂടിയാണ്. ഇത്തരം ഒരു റിസർച്ച് അനലിസ്റ്റ് ആവാൻ താല്പര്യമുള്ളവർക്ക് നമ്മളൊരു സപ്പോർട്ട് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.